നമുക്ക് ഹലോ ഗൈസ് നീ കാരണം അത് ശരിയാവില്ല, സിങ്ക് വരില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുടിക്കോട്ട് ട്രാവലോഗ്രാം. ഫാസ്റ്റ് പറയാൻ അല്ലെങ്കിൽ എന്റെ ലോക്കൽ പേർന്ന് വൈകിയോ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വിമൻ സേഫ്റ്റി ഇൻ ഇന്ത്യയാണ്. ആക്ച്വലി നമ്മൾ 3 പേരും MBBS കോഴ്സ് ചെയ്തത് 3 ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നാണ്. ഞാൻ ചെയ്തത് ജോർജിയയിൽ നിന്നും, ആര്യ ചെയ്തത് കിർഗിസ്ഥാനിൽ നിന്നും, ക്രിസ്റ്റി ചെയ്തത് ഫിലിപ്പീൻസിൽ നിന്നുമാണ്. അപ്പോൾ ഏകദേശം ഒരു മോർ ദാൻ 5 ഇയേഴ്സ് നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസും ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ MP-യിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 5 മാസം ആവാൻ പോവാണ്. നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ഇവിടുത്തെ മഹാവീർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നടക്കുന്നത്, ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണിത്. ആക്ച്വലി കേരളത്തിൽ നിന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഞാൻ ഭോപ്പാലിലോട്ട് വന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് കിട്ടിയ മുതലാണ് ആക്ച്വലി എവളും ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ആര്യ വരുന്നത്. ഇനി അടുത്ത് ക്രിസ്റ്റി എന്ന് പറയുന്നത് എനിക്ക് റോഡ് അല്ല ഗൈസ്, ക്രിസ്റ്റി എന്ന് പറയുന്നത് പാലക്കാട് നിന്നാണ്. ആക്ച്വലി ക്രിസ്റ്റി ആയിട്ടുള്ള കോൺടാക്റ്റ് വന്നത് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് കോൺടാക്റ്റ് വന്നത്. അപ്പോൾ ചെറിയ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്ന് മീറ്റ് ചെയ്താണ് ഇവരുമായിട്ടൊക്കെ ഫ്രണ്ട്സ് ആയത് ഗൈസ്. പിന്നെ നമ്മളിപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്, നമ്മുടെ മീൻസ് പോയി പഠിച്ച രാജ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അവിടുത്തെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ എന്താ പറയുക കോഴ്സസും എങ്ങനെയായിരുന്നു അവിടുത്തെ MBBS കോഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്ന് നമുക്ക് വിമൻ സേഫ്റ്റിയെക്കുറിച്ച് സംസാരിക്കാം. നമുക്കെന്തെങ്കിലും എവരുടെ കൂടെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ എന്നിട്ട് ലാസ്റ്റ് എൻ്റെത് ഷെയർ ചെയ്യാം. സോ ആര്യമോളുടെ പറയുക. ഞാൻ ആര്യമോളെന്ന് വിളിക്കുന്നത് ക്രിസ്ത്യമോൾ, രവി മോൾ പറയും. ആര്യമോൾ പറയും. ആര്യമോളുടെ കിർഗിസ്ഥാനിലെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? സോ ഞാൻ കിർഗിസ്ഥാനിൽ ഫ്രം ഗൈസ് ഇങ്ങനെയൊന്നും അല്ല, ഇതിപ്പോൾ ഇങ്ങനെ എന്താ ക്യാമറയിൽ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ല, തനി നിറം ഇങ്ങനെയൊന്നും അല്ല. പറയൂ, തുറന്നു വരട്ടെ, പറയൂ. ഓക്കെ, ഞാൻ 2018 ആദ്യമായിട്ട് കിർഗിസ്ഥാനിൽ പോകുന്നത്. സോ ഞാൻ കറക്റ്റ് +2 കഴിഞ്ഞ് UG. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒബ്വിയസ്ലി എനിക്കതിൽ ഇവിടെ കിട്ടാനുള്ള മാർക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നില്ല. സോ ഐ ജസ്റ്റ് വെൻ്റ് ഔട്ട്. സോ അവിടെ പോയതിനു ശേഷം എനിക്കതൊരു മിനി ഇന്ത്യ ആയിട്ട് തോന്നി. സോ അവിടെ ഞങ്ങൾ നല്ലൊരു മീൻസ് ഭയങ്കര നല്ലൊരു സിറ്റി ഏരിയ ഉണ്ട്, നല്ല ഒരു എന്താ പറയുക ഒരു വില്ലേജ് ഏരിയ പോലത്തെ ഏരിയ ഉണ്ട്. സോ കറൻ്റ്ലി ഞാൻ പഠിച്ച കോളേജ് നല്ലൊരു വില്ലേജ് ഏരിയ ആയിരുന്നു, ഏഷ്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെയാണ് ഞാൻ പഠിച്ചത്. ഭയങ്കര നല്ല ആൾക്കാർ. പക്ഷേ എനിക്ക് സംടൈംസ് ഐ ഫീൽ ലൈക്ക് അവിടെ ഒരു റേസിസം പോലെയൊക്കെ ഔട്ട്സൈഡ് ഭയങ്കര റേസിസ്റ്റ് ആൾക്കാരാണ് അവിടെ റേസിസം. പക്ഷെ ജോർജിയയിലും അങ്ങനെ റേസിസം ഇല്ലായിരുന്നു. ബട്ട് ചിലരിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ബട്ട് എന്നാലും നമ്മളിപ്പോൾ ഒരു വലിയൊരു ഇതെടുക്കുവാണെങ്കിൽ അങ്ങനെ ഇല്ല, അങ്ങനെ നമ്മളെ കണ്ടിട്ടില്ല. സോ ഈവൻ ദോ ഫസ്റ്റ് 2 വർഷം ഞാൻ അവിടുത്തെ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു, കോളേജ് ഹോസ്റ്റലിൽ, ഇന്ത്യൻ ഹോസ്റ്റൽ. സോ ഭയങ്കര സേഫ് ആയിരുന്നു അവിടെ. കോളേജിൽ നിനക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും കാര്യങ്ങളില്ലായിരുന്നു? ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ പുറത്ത് മീൻസ് അവിടുത്തെ ആളുകൾ, കിർഗിസ്ഥാനിലെ ആളുകളൊക്കെ എങ്ങനെയായിരുന്നു? കിർഗിസ്ഥാനിലെ ആളുകൾ അവര് നമ്മൾ പോയി നിന്നിട്ട് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കും. ഞാൻ അവിടെ കടയിലൊക്കെ പോയി നിന്നിട്ട് ഈവൻ ദോ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ അവിടുത്തെ കടയിൽ കയറി നിന്ന് ഞങ്ങൾ മലയാളം ആയിരിക്കും സംസാരിക്കും. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് വന്നിട്ട് ഇതെന്താ ഇവർ സംസാരിക്കുന്നത്, ഒരു ടൈപ്പായിരിക്കും അവർ എപ്പോഴും ഇത് ചെയ്യുന്നത്. അപ്പോൾ അതവർക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട്, നമ്മൾ മലയാളം അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര ഫണ്ണി ആയിട്ട് ഭയങ്കര ഫണ്ണി ആയിരിക്കും. ഏത് രീതിയിലായിരുന്നു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ രീതിയിൽ? ജസ്റ്റ് അവർക്ക് കാരണം അവരെ നോക്കി കുട്ടികൾ എന്താ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഗേൾസിന്റെ കൂടെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ ഇങ്ങനെ അവർ നോക്കാറുണ്ടോ? മീൻസ് തെറ്റായ രീതിയിൽ നോക്കുക അല്ലെങ്കിൽ കമന്റ് അടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കമന്റ് അടി ഉണ്ടായിരുന്നു. തെറ്റായ രീതി നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പം അതൊരു ചില എല്ലാ ഇതും ഉണ്ടാവുന്നില്ല, പക്ഷെ റെയർലി ഫീൽ ആയിട്ടുണ്ട്.
പിന്നെ എലോൺ ആയിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല, എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കറങ്ങി നടന്നുകൊണ്ട് രാത്രി കാലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടോ? മീൻസ് ആരെങ്കിലും ഒക്കെ രാത്രി കാലം ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? മീൻസ് ഗേൾസ് പോകാൻ പറ്റുമോ? ഗേൾസിന് ഇപ്പോൾ ആ ഒരു രാജ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഗേൾസിന് എങ്ങനെയാണ് സേഫ്റ്റി അവിടുത്തെ? ഇപ്പം അവിടുത്തെ സ്ത്രീകളായാലും ഇപ്പം നിങ്ങളായാലും എന്താണ് ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ പേടിയുണ്ടോ? 12 മണിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയോ ഫ്രണ്ട്സ് അവര് ഭയങ്കര നല്ല ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ ആകുമ്പോൾ കോളേജിന്റെ ഇതൊക്കെ വരുമ്പോൾ ഭയങ്കര സ്ട്രെസ് ഒക്കെ ആകുമ്പോൾ അവര് ഇറങ്ങി നടക്കാറില്ല. പക്ഷേ അതല്ല, ഇപ്പൊ നമുക്ക് ഏതൊക്കെ ആവശ്യമില്ല, എയർപോർട്ട് പോകണം, അങ്ങനെയൊക്കെ ഒരു ക്യാബ് വിളിക്കാനോ ഒക്കെ നിനക്ക് പേടിയുണ്ടോ? ഇപ്പൊ നീ അതൊരു സിറ്റി ഏരിയ അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതൊരു സിറ്റി ഏരിയ അല്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ? ഒബ്വിയസ്ലി ഉണ്ടോ? രാത്രി ഒരു സമയത്തിന് ശേഷം ഈ പാർട്ടി അങ്ങനത്തെ ഇതൊക്കെ വന്നിട്ട് ഭയങ്കര പെൺകുട്ടികൾ ഈവൻ വെള്ളം അടിച്ചിട്ട് ഭയങ്കര ആണുങ്ങളെ ശല്യം കൂടി ചെയ്യാറുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളെ ശല്യം ചെയ്യാറുണ്ടോ? പിന്നെ പിടിച്ചുപറിയൊക്കെ ആ ഒരു സിറ്റി ഏരിയ ബിഷ്കേക്ക് എന്ന് പറയും, ആ ഒരു സിറ്റി ഏരിയയിൽ ഭയങ്കര പോഷ് ഏരിയ. അത് മീൻസ് ലൈക്ക് പെൺകുട്ടികളും അപകടകാരികളാണോ? സംടൈംസ്. അപ്പോൾ ഗൈസ്, കിർഗിസ്ഥാനിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ സിറ്റി ഏരിയയിലൊക്കെ ഗേൾസ് ബോയ്സിനെ ഉപദ്രവിക്കാറുണ്ട്. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഗേൾസ് ബോയ്സിനെ ഉപദ്രവിക്കാറുണ്ട്. ബോയ്സ് തിരിച്ച് സിറ്റി ഏരിയയിൽ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവള് താമസിച്ചത് ഒരു വില്ലേജ് ഏരിയയിലായിരുന്നു. സോ വില്ലേജ് ഏരിയയിൽ അങ്ങനെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഏരിയ ഇപ്പൊ സിറ്റിയിലേക്ക് മെയിൻ സിറ്റിയിലേക്ക് പോകുന്നത് ഫ്രം മഷൂട്ട്ക. നമ്മളിവിടെ ബസ് പോലെ ഞങ്ങൾ മഷൂട്ട്ക എന്നാ പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഗൈസ്, ഞാൻ എന്റെ പണ്ട് ഓൾഡ് വീഡിയോസിലൊക്കെ മഷൂട്ട്ക ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞ് വാൻ ജോർജിയയിൽ. അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു മിനിമം 30 minutes ട്രാവൽ ചെയ്യണം ഞങ്ങൾക്ക് ഒരു അവിടുത്തെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിൻ ഷോപ്പിംഗ് ഒക്കെ മോളുകളൊക്കെ നിറയെ ഉള്ളത് അവിടെ ഏരിയയിലാണ്. അപ്പം അവിടെ പോകുമ്പോൾ അവര് യൂറോപ്യൻ ലൈഫ് സ്റ്റൈൽ ആണോ ഫോളോ ചെയ്യുന്നത്, അതോ എങ്ങനെയാണ്? ഇങ്ങനെ ചോദിക്കാതെ എനിക്ക് അറിഞ്ഞൂടാ. യൂറോപ്യൻ ഓക്കെ. അപ്പോൾ ഓവറോൾ കിർഗിസ്ഥാനെ കുറിച്ച് എനിക്ക് എന്താ പറയുക? ഗേൾ സേഫ്റ്റി അതായത് ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ഇന്ത്യ അറിയാലോ, നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇന്ത്യ ഗേൾ സേഫ്റ്റിക്ക് തീരെ ഇല്ലെന്നുള്ള ലിസ്റ്റിലാണ് ഡേഞ്ചറസ്. അതെ, അതിന്റെ ലിസ്റ്റിൽ വരുന്നുണ്ട് ഇന്ത്യ. അപ്പൊ കിർഗിസ്ഥാൻ എന്താ നിന്റെ അഭിപ്രായം? കിർഗിസ്ഥാൻ 5.5 വർഷത്തോളം നീ അവിടെ ജീവിച്ചല്ലോ. അപ്പൊ 5.5 വർഷത്തെ നിന്റെ എക്സ്പീരിയൻസ് എന്താ? ഒരു 5 വർഷം ഇപ്പൊ നിന്റെ അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് നിന്റെ കൂടെ ഷെയർ ചെയ്തതോ? 5 വർഷം വരെ കണ്ടേ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ഐ ടേക്ക് 5 year പ്രോഗ്രാം. അപ്പോൾ ഞാൻ കറൻ്റ്ലി അങ്ങനെ പുറത്ത് പോയി കറങ്ങിയടിച്ച് ഭയങ്കര എൻജോയിങ് ചെയ്യുന്ന ആളല്ല നോർമലി. സോ എനിക്കങ്ങനെ പേഴ്സണലി ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ബട്ട് സം ഗേൾസ് അവർ പറഞ്ഞിട്ടുണ്ട് ഈ കൊച്ചു കുട്ടികൾ വരെ ഭയങ്കര റേസിസം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഭയങ്കര അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ ടൈമിൽ ഞാനിപ്പോൾ കൊറോണ ടൈമിൽ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഐ ജസ്റ്റ് ബ്രേക്ക്. സോ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു 3 മാസം വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. കൊറോണ ടൈമിൽ 3 months നാട്ടിൽ നിന്നു. അതിനുശേഷം ഞാൻ പിന്നെ തിരിച്ചു പോയ സമയത്ത് സോ അതെന്നോട് ഒരു തേർഡ് ഇയർ ആയിരുന്നു. ആ ഒരു സമയത്തൊക്കെ ഞാൻ പുറത്ത് ഫ്ലാറ്റ് എടുത്ത് നിൽക്കായിരുന്നു. അപ്പോൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ വെട്ടുകുത്തി ഈവൻ ആ ഒരു സമയത്ത് ഒരു ഇന്ത്യൻ വെട്ടുകുത്തൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ ഒരു കുട്ടിയെ കുത്തിക്കൊണ്ടു. ഈവൻ ഐ തിങ്ക് സോ കിർഗിസ്ഥാനിലുള്ള ആളുകളാണ് ഇന്ത്യൻ കുട്ടിയെ കുത്തിക്കൊന്നു. ഈവൻ ദ ഹീസ് ഇൻ മൈ കോളേജ്. അവിടെ എന്തോ ഒരു പേഴ്സണൽ ആണെന്നാണ് പറയുന്നത്. സോ എനിക്ക് അതിന്റെ കാര്യം അറിയില്ല. ഓക്കെ, എന്തോ പേഴ്സണൽ മാറ്ററിൽ ആ കുട്ടീനെ കിർഗിസ്ഥാൻ പീപ്പിൾ കൊന്നു. പിന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വുമനെ റെസ്പെക്ട് ഒക്കെ ചെയ്യോ? വുമനെ റെസ്പെക്ട് മെയിൽ ഡോമിനൻസ് ആണ് അത് വുമന് റെസ്പെക്ട് കിട്ടുന്നുണ്ട് അവിടുത്തെ സ്ത്രീകൾക്ക്? അവിടുത്തെ എൻ്റെ വീടിന്റെ ഓണർ ഭയങ്കര നല്ലതാണ്. പിന്നെ പുറത്തുള്ള അങ്ങനെ അധികം ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ ഈവൻ ദോ കോളേജ് ടീച്ചേഴ്സ് അങ്ങനത്തെ പിള്ളേർ അവരുടെ അടുത്ത് മാത്രമേ ഞങ്ങൾ ലോക്കലിൽ പോകുമ്പോൾ ഞങ്ങൾ ഈ വെജീസ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോകും. പിന്നെ ഷോപ്പിങ്ങിന് അങ്ങനെ ഇങ്ങനെയൊക്കെ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നുണ്ട്. അവർക്ക് ഞാൻ നല്ല കാര്യമാണ് ഞങ്ങൾ. പിന്നെ മെയിൻ ഡോമിനൻസ് ഫീമെയിൽ ഡോമിനൻസ് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ തോന്നുന്നു കുറച്ചുകൂടി
50% ആൾക്കാർ മീൻസ് ലൈക്ക് കുറച്ചുകൂടെ ഫീമെയിൽ ഡോമിനൻസ് ആയിരിക്കും കുറച്ചുകൂടെ. കാരണം ഫീമെയിൽ ഓറിയന്റഡ് കൺട്രിയാണ്, ഇറ്റ്സ് എ മുസ്ലിം കൺട്രി. ഫീമെയിൽ കുറച്ചുകൂടിയും കാരണം അവർ ഭയങ്കര അവർ ഭയങ്കര സേഫാണ്. അൺപ്ലസ് അൺടിൽ അത് അൺപ്ലസ് അൺടിൽ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആരെയും ഉപദ്രവിക്കാണ്ടിരുന്നാൽ നമ്മൾ ഭയങ്കര സേഫ്റ്റിയാണ്. ബട്ട് ഐ വോണ്ട് ടു സേ വൺ തിങ് ഈസ് കറൻ്റ്ലി ഒരു 2 months ബാക്ക് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബിഷ്കേക്കിലിട്ട് ഞാൻ പോകുന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു പോകുന്ന ഇടത്ത് ഭയങ്കര മോബൊക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ അങ്ങനെ പാകിസ്ഥാനീസിനൊക്കെ ഭയങ്കര പ്രോബ്ലം വന്നു, അടിച്ചു, റേപ്പ് ചെയ്തു, കൊന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ന്യൂസ് വന്നു. ഈവൻ ദോ ഐ ഡോണ്ട് നോ, പക്ഷെ നമ്മളെല്ലാം കാണുന്നതെല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ്. ഈവൻ ദോ ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ഓവർ ദേർ നൗ. ബട്ട് ഇപ്പോൾ കറൻ്റ് കുറച്ച് പ്രശ്നമാണ് കിർഗിസ്ഥാൻ. കാരണം ഭയങ്കര കിർഗിസ്ഥാനിൽ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ അവിടെ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലേ? സേഫ് ആണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ബട്ട് വെൻ ഐ എം ദേർ എനിക്കത് ഭയങ്കര, ഞാൻ കിർഗിസ്ഥാൻ വിട്ടു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്. ബട്ട് കിർഗിസ്ഥാനിൽ മറ്റേ ന്യൂസൊക്കെ വന്നത് എല്ലാവരും കണ്ടാണല്ലോ. ഇടയ്ക്ക് ഞങ്ങളുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ പാകിസ്ഥാനി സ്റ്റുഡൻസിനെ ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞേ പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി അടുത്ത പോകുന്നത് ക്രിസ്റ്റി മോളുടെ അടുത്താണ്. അതായത് ക്രിസ്റ്റി ഫിലിപ്പീൻസിലാണ് പഠിച്ചത്. എത്ര വർഷം ഉണ്ടായിരുന്നു ഫിലിപ്പീൻസിൽ? മൊത്തം 5 വർഷം. 5.5 വർഷം ഉണ്ടായിരുന്നു ഫിലിപ്പീൻസിൽ. ആദ്യത്തെ 1.5 വർഷം നമ്മളൊരു BS AD സൈക്കോളജി ഡിഗ്രി പ്രീമായിട്ട് ചെയ്യണം. അതിനുശേഷം പിന്നെ 4 years ഓക്കെ, പിന്നെ 4 years മെഡിസിൻ. അപ്പോൾ ഇത്തിരി 5.5 വർഷം അവിടെ നിന്നിട്ട് എന്താണ് സേഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്? സേഫ്റ്റി വളരെ സേഫ് ആയിട്ടുള്ള ഫിലിപ്പീൻസ് ക്രിസ്ത്യൻ രാജ്യമാണ്. ഓക്കെ, ക്രിസ്ത്യൻ രാജ്യമാണ്. അതായത് നമുക്കിപ്പോൾ പുറത്തിറങ്ങി ഏത് ഇപ്പം 12 മണി ആയിക്കോട്ടെ, ഗേൾസിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. എത്ര രാത്രി വേണം പോവാം. നമുക്ക് ക്ലർക്ഷിപ്പ് ഒക്കെ ചെയ്തപ്പോൾ ചിലപ്പോൾ രാവിലെ 4 മണി 5 മണിക്കൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ നമ്മൾ നടന്ന് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും വേറെ ഒരു ഹോസ്പിറ്റൽ നമ്മൾ വേറെ പോകണമായിരുന്നു ഒരു മാസത്തിൽ, അപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ കൂടി നമുക്ക് രാവിലെ പോകണമെന്നോ രാത്രി. ഈവൻ നമ്മൾ ഇപ്പോൾ ക്യാബൊക്കെ പിടിക്കുവാണെങ്കിൽ ക്യാബ് ഡ്രൈവേഴ്സ് ആരും ഇതുവരെ നമ്മളോട് മിസ്ലീഡ് ചെയ്തു ഒരു കുഴപ്പമില്ല. കാരണം അവിടെ അവര് ഭയങ്കര പ്രൊഫസേഴ്സ് ഒക്കെ ഇങ്ങനെ മെയിൽ പ്രൊഫസേഴ്സ് ഒക്കെ അത് എന്ന് വെച്ചാൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതായത് അത് ഇപ്പം ഇന്ത്യൻസ് ആയിക്കോട്ടെ ഫിലിപ്പിനോസ് ആയിക്കോട്ടെ അവരെല്ലാവർക്കും ഒരു സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ കൂടെ പഠിക്കുന്ന ഫിലിപ്പിനോസ് ഇപ്പൊ ചെക്കന്മാരൊക്കെ ഇല്ലേ, ഇപ്പൊ എങ്ങനെ മീൻസ് നമ്മൾ കൂടെ പഠിക്കുന്ന നമ്മളുടെ റെസ്പെക്ട് ഉണ്ടോ? അവര് ഭയങ്കര എന്താ പറയാ ഗേൾസിനെ ഭയങ്കര റെസ്പെക്ട് ഉള്ളത്. കൂടുതലും ഫ്രണ്ട്ഷിപ്പാണ്. അത് ബോയ്സ് ഗേൾസിനുള്ള വ്യത്യാസം അവിടെ ഇല്ല, എല്ലാവരും ഒരുപോലെ. അപ്പം അവര് ഒരേപോലെ തന്നെ കാണുന്നു. നമ്മളെങ്ങനെ പെണ്ണായിട്ടോ അങ്ങനെയില്ല, ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ല. അപ്പൊ അവിടെ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ല. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എല്ലാം ഒരേപോലെ. അവിടെ ഗേൾസിന് ഇതുവരെ ഞാൻ ഇങ്ങനത്തെ കേസ് ഇങ്ങനെ പുറത്ത് സേഫ്റ്റി വുമൻ സേഫ്റ്റി അങ്ങനത്തെ ഒരു വിഷയമേ അവിടെ ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വിഷയമേ ഇല്ല കേട്ടോ. അങ്ങനെ എനിക്കറിയാവുന്നിടത്തോളം ഇല്ല. ഓക്കെ ഓക്കെ, മീൻസ് അപ്പൊ എന്തെങ്കിലുമൊക്കെ വാർത്ത വരുന്ന കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഗേൾസിനെതിരെ? മീൻസ് നമ്മള് ഇതുവരെ അങ്ങനെ പിന്നെ ഒരു ഗേൾ ഇങ്ങനെ ചെയ്തു റേപ്പ് അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോവാ, അവർക്ക് ഫ്രീഡം ഉണ്ട്. അവർക്ക് അപ്പൊ അവര് ഒരു 15 years ആയി കഴിഞ്ഞ പേരൻസ് അവർക്ക് ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അവർക്ക് പിന്നെ അവിടെ ഇങ്ങനെ കോട്ടിംഗ് എന്ന് പറയാം. അവർക്ക് ഇഷ്ടമുള്ള ആരാ അവരുടെ കൂടെ പോകുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഇങ്ങനെ എന്താ പറയുക പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പം നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടത്? ലൈക്ക് ഫിലിപ്പീൻസിലെ ആളുകൾ എന്താ ഇഷ്ടപ്പെട്ടത്? മീൻസ് ഇതുപോലെ ഗേൾസിനെ റെസ്പെക്ട് ചെയ്യുന്നു, അവിടെ ഒരു ജെൻഡർ വ്യത്യാസമില്ല, ഇക്വാലിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല എൻജോയ് ചെയ്തു. അതൊക്കെ എൻജോയ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് പോലും ചിലപ്പോൾ എടുത്ത് നടക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ആണെങ്കിൽ അതൊന്നും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അതാരും നോക്കില്ല, കമന്റ് ചെയ്യില്ല. അതൊക്കെ നമ്മളുടെ ആരും ചോദിച്ചില്ല. ഈവൻ അവർ തെറ്റായിട്ടുള്ള രീതിയിൽ നോട്ടോ ആക്ച്വലി ഗൈസ് ഒന്നും പറഞ്ഞില്ലെങ്കിലും തെറ്റായിട്ടുള്ള നോട്ടം വരുമ്പോൾ തന്നെ നമ്മൾ അൺകംഫർട്ടബിൾ ആവും. ആക്ച്വലി ഈവൻ നമ്മൾ ഫുൾ കവേർഡ് ആണെങ്കിൽ പോലും ചിലർ ഇവിടെയൊക്കെ നോക്കാറുണ്ടല്ലേ. അപ്പൊ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ അതാണ് നമുക്ക് അടുത്ത് സംസാരിക്കാനുള്ള ടോപ്പിക്. ആക്ച്വലി ഗൈസ് നമ്മൾ എന്താ പറയാ ഈ വർക്കിംഗ് സൈഡിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നല്ലേ ആ ഒരു നോട്ടം, ഒരു തരം. അപ്പോൾ ഗൈസ് ഞാൻ ജോർജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ കുറേ വീഡിയോസ് കണ്ട് പരിചയം കാണും. രാത്രിയൊക്കെ ഇങ്ങനെ തേരാപ്പാര ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ നടക്കുന്നു, രാത്രി സിനിമ കാണാൻ പോകുന്നു, അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈവൻ നൈറ്റ് ഏത് ഗേൾസ് എന്താണ് നൈറ്റിൽ ക്ലബ്ബിൽ പോയാൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം കരോക്കെ പോയ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് പോലും ആരും ഇങ്ങനെ എന്താ ഒരു തെറ്റായി നോക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ജോർജിയയിൽ ആക്ച്വലി ഇടയ്ക്ക് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ചില സ്റ്റുഡൻസ് മരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ജോർജിയൻസ്, അത് ഈവൻ ബോയ്സ് തമ്മിലാണ്. ജോർജിയൻ ബോയ്സ് ഇന്ത്യൻ ബോയ്സിനെ അടിക്കാറുണ്ടായി. അതൊക്കെ എന്തോ എനിക്ക് തോന്നുന്നത് പേഴ്സണൽ പ്രോബ്ലം വന്നിട്ടാണ്. അതല്ലാതെ ജോർജിയൻസ് ഇന്ത്യൻസിനെയോ ഗേൾസിനെയൊന്നും അങ്ങനെ നോക്കാറോ അങ്ങനെ ഒന്നുമില്ല. അവരായി അവരുടെ ലൈഫായി, നമ്മളായി നമ്മുടെ ലൈഫ് അങ്ങനെ. നമ്മൾ പോയി എന്തെങ്കിലും ഒന്ന് അവരെ ഉപദ്രവിച്ചാലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇന്ത്യൻസ് പോയിട്ട് അവരെ ഉപദ്രവിച്ചാലേ ഉള്ളൂ. അതാണ് നടക്കുന്നത്. ഈവൻ ഇപ്പോൾ നമ്മൾ വാടകയ്ക്കൊക്കെ വീടെടുത്തിട്ട് പോലും വീടൊന്നും ക്ലീൻ ആക്കാതെ കൊടുക്കുക. അപ്പോൾ അവരുടെ മനസ്സിൽ നമുക്കെതിരെ മീൻസ് അവരെന്ന് പറയുമ്പം ഒരാൾ തെറ്റ് എൻറ്റയർ ഇന്ത്യൻസിനെ അവർ ഇത് ജനറലൈസ് ചെയ്യും. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പം അവർക്ക് അങ്ങനെ ഒരു ഇതേ ഉള്ളൂ നമ്മുടെ കൂടെ. പിന്നെ റേഷ്യസം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ജോർജിയയിൽ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു 1-2 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് അങ്ങനെ എനിക്കിതുവരെ 5.5 വർഷം ഞാൻ അവിടെ ജീവിച്ചിട്ട് റേഷ്യസം ഉണ്ടായിട്ടില്ല. അതുപോലെ ഞാൻ ദേശാഴ്ച 5.5 വർഷം ഞാൻ അവിടെ നിന്നിട്ടും ഇവൻ ഒരു ഇതിലും എനിക്ക് തെറ്റായിട്ട് ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. ജോർജിയൻസ് ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. അവരുടെ ഒരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങി പോകാം, നടക്കാം, ഇരിക്കാം. നമുക്ക് എന്തെങ്കിലും മനസ്സൊന്നും ഇപ്പോൾ കൊള്ളത്തില്ല എന്ന് നമ്മളുടെ മനസ്സ് നോട്ട് ഫീലിംഗ് കൂടാം. അപ്പോൾ ആ ഫ്രണ്ട് നമുക്ക് രാത്രിയാണെങ്കിലും പോയി പാർക്കിൽ വേണമെങ്കിലും പോയിരിക്കാം. ആരും ഒന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഇപ്പം എന്താണ് ഈ ഡ്രിങ്കൊക്കെ ചെയ്തിട്ട് വരുന്ന ജോർജിയൻസ് ആണെങ്കിൽ അവർ ചിലപ്പോൾ വന്ന് എന്താ ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പേരെന്താ, എവിടെ നിന്നാണ് അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ എന്നും പറഞ്ഞാൽ അവർ എന്താണ് തെറ്റായിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മളത് പിടിക്കുക അങ്ങനെയൊന്നുമില്ല. ഇവൻ തട്ടിക്കൊണ്ട് പോകുക അങ്ങനെയൊന്നുമില്ല, റേപ്പ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ബട്ട് അവർ ചിലപ്പോൾ ഇപ്പം ഡ്രിങ്ക് ചെയ്തവരാണ് വല്ലതും ആണെങ്കിൽ അവർ വന്ന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇപ്പം എന്താ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കും. അതല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അധികം എനിക്കങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് വേറൊരു കാര്യം. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനായാലും അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ, എനിക്ക് മൊത്തത്തിൽ ജോർജിയ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു കുഞ്ഞു രാജ്യം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എനിക്ക് അങ്ങനെ അവിടെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടോ അങ്ങനെ ഒരു ലൈഫൊന്നും ആയിരുന്നില്ല. നല്ല സേഫ് ആയിട്ടുള്ളൊരു രാജ്യമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ അവസരം കിട്ടിയാൽ ഞാൻ തിരിച്ചു പോകും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള രാജ്യമാണ് ജോർജിയ. കാരണം നമുക്ക് എന്താ പറയുക, നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം നോക്കി ജീവിക്കും. ആരും ആരുടെ കാര്യത്തിൽ ഇൻ്റർഫിയർ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ഒരു ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടെന്ന് വെച്ചാൽ പക്ഷെ ആരും നമ്മളെ നോക്കില്ല. അവിടെ ആക്ച്വലി കോമൺ അങ്ങനെയുള്ള ഡ്രസ്സുകളാണ്. മീൻസ് സ്ലീവ്ലെസ് ഇടുക, നോക്കുക. ആക്ച്വലി സ്ലീവ്ലെസ് ഇട്ടാലോ നമ്മൾ എന്തെങ്കിലും കുഞ്ഞ് എന്താ പറയുക ഒരു സ്കേർട്ട് ഇട്ടാലോ അവരാരും നോക്കില്ല. അവർക്ക് അതൊക്കെ ഒരു ഡെയിലി വെയറാണ്. പക്ഷേ അത് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ചുരിദാർ ഇട്ട് പോയി ഒരു സ്യൂട്ട് ഇട്ട് പോയാലോ അല്ലെങ്കിൽ പാവാട ഉടുപ്പൊക്കെ ഇട്ട് പോയാൽ അവരിങ്ങനെ നോക്കുക, ഇതെന്താ ഡ്രസ്സ് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അവർക്ക് ഭയങ്കര അതിശയമാണ്. അവർ ഇത് ഇവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ആ ഒരു ഫീലിംഗ് മനസ്സിലാവും. അല്ലാതെ അവർ ആരാ മൈൻഡ് ചെയ്തേയില്ല. അവരായി അവരുടെ ലൈഫായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ അത്രയും കംഫർട്ടബിളായിട്ട് ജീവിച്ച ഒരു രാജ്യമാണ് ജോർജിയ. ഞാൻ മുതൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അത്രയും കംഫർട്ടബിളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഫോളോ ചെയ്യുന്നത് യൂറോപ്യൻ ലൈഫ് സ്റ്റൈലാണ്. അവർക്ക് അതാണ് ഇഷ്ടം. പക്ഷെ എന്താ പറയുക, എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ ഇതൊക്കെ പറയാറുണ്ട്. അപ്പോൾ ജോർജിയ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു രാജ്യമായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ 3 പേരും 3 രാജ്യത്ത് പോയിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു. മീൻസ് അവിടുത്തെ സേഫ്റ്റിയും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള നമ്മൾ പക്ഷേ ഇന്ത്യയിലുള്ള നമ്മുടെ എക്സ്പീരിയൻസും കൊണ്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ വരുന്നതാണ്. അത് വേണം നിങ്ങൾ കേൾക്കാനായിട്ട്. ആക്ച്വലി നമുക്ക് മീൻസ് ഇത്രയും വേറൊരു രാജ്യത്ത് പോയിട്ട് വന്നിട്ട് ആ രാജ്യങ്ങളിൽ നമുക്ക് ഫേസ് ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്ത ഡിഫറൻസ് ഇവിടെ എന്തൊക്കെ ഫീൽ ചെയ്തു എന്നുള്ളത് നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അല്ലേ. പിന്നെ അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ലൈഫിനെ കുറിച്ചും നമ്മുടെ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിലും കമൻറ്റ് ചെയ്യാം. പിന്നെ എന്താണ് പിന്നെ അവിടുത്തെ അവിടുത്തെ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫിലിപ്പീൻസിലെ കോളേജിനെ കുറിച്ച് അറിയണമെങ്കിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ കോളേജിനെ കുറിച്ച് അറിയണമെങ്കിലോ
ജോർജിയയിലെ കോളേജിനെ കുറിച്ച് അറിയണോ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. ഇപ്പോൾ എബ്രോഡൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗായ്സ്. ബൈ ബൈ.